ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഒരു കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് വന്നിരുന്ന കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫും അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും ബീഫും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ബീഫ് തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് അത് നമ്മൾ ബ്രെഡിനകത്ത് കുഴച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം ഈ ഷേപ്പിൽ ഇത് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പം ഇത് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു മുട്ട. പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് മല്ലിയില, അതുപോലെ ഒരു പച്ചമുളക്, പിന്നെ ഇതിനകത്ത് നമ്മൾ പിന്നെ വേറെ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ ശകലം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശകലം ഗരം മസാലപ്പൊടി. ഓക്കെ, അപ്പം ഒരു ശകലം ഉപ്പും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് മുക്കി എന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുമല്ലോ അതുപോലെ സാധാരണ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ മഞ്ഞ പിന്നെ നമ്മളത് വേസ്റ്റ് ആകണ്ടെന്ന് ഓർത്തിട്ട് രണ്ടും കൂടെ അങ്ങ് എടുക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ എടുക്കണമെന്നില്ല, വെള്ളം മാത്രം എടുത്താൽ മതി. ഓക്കെ, ഒരു മുട്ട പോരത്തില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം മുട്ടയുടെ വെള്ളം തന്നെ എടുക്കാം, വെള്ളം തന്നെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ആ മഞ്ഞ വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് അതും കൂടെ എടുത്തേക്കണം. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് നന്നായി പോകാം. ഓക്കെ, സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ മുട്ടയ്ക്കകത്ത് മുട്ടയുടെ ഇതിൽ ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമ്മൾ ഇത് വീണ്ടും ഞാൻ 2 കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്നാക്കിയിട്ട് വീണ്ടും ഒരു കോട്ടിങ് കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എടുത്തിടാം. നമുക്കങ്ങനെ എല്ലാം ഒന്ന് ആക്കി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഇടാം. ഗൈസ്, നമ്മളെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നരിഞ്ഞ് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് ചൂടായി കിടക്കാം കേട്ടോ. ഈ വെച്ച് ഞാനൊന്ന് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു, കാര്യം നന്നായിട്ട് തിളച്ച് കിടന്നതുകൊണ്ട് നമ്മളിത് ആക്കി വെച്ചിരുന്നതുകൊണ്ട് ഇച്ചിരി ഒന്ന് തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റും കൂടെ നമ്മളതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക, തിരിച്ചും മറിച്ചു വിടും. അപ്പോൾ അത് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചും നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം, കാര്യം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് തിരിച്ചും മറിച്ചും ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം ബീഫ് കറി വെച്ച് കഴിച്ചിനി ബാലൻസ് എങ്ങനെ കഴിക്കും എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട, നമുക്കപ്പോൾ ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.